ഹലോ, നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന മത്തിയുടെ പനിഞ്ഞീനാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഈ മിക്സ് അതിലേക്ക് വെച്ച് നമുക്കൊന്ന് പരത്തി റെഡിയാക്കി എടുക്കാം. രണ്ട് സൈഡും അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് അത് റെഡിയായി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു ഈ മിക്സ് അതിലേക്ക് വെച്ചൊന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി പരത്തരുത്, നമുക്ക് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ഇച്ചിരി കട്ടിക്ക് തന്നെ വെച്ച് പരത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടാതെ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി എങ്കിലും ടേസ്റ്റിനൊരു കുറവും തന്നെയില്ല. അങ്ങനെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുവാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാം. മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചട്ടിയെ വെച്ചു. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉലുവയും കടുകും കൂടെ ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. നന്നായിട്ടത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. തിള വരുമ്പോഴത്തേക്കും നമുക്ക് മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. മത്തി എല്ലാം ഇട്ടു നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മത്തിക്ക് പിന്നെ വലിയ വേവില്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അങ്ങനെ കറിയെല്ലാം തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറിയായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മുടെ മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന എരിവും ഉപ്പും ഒക്കെ അതിലേക്ക് പിടിക്കാനാണ്. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള